നമസ്കാരം. പിണറായി വിജയൻ എന്ന ജനവിരുദ്ധ രാഷ്ട്രീയ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ അധികാര കൊതിയന്മാരായ ശിങ്കിടികളെയും അധികാര കസേരയിൽ എത്തിക്കുകയും അത് തുടർഭരണമായി 10 വർഷത്തേക്ക് ഈ നാട് മുടിപ്പിക്കാനുള്ള ലൈസൻസാക്കി മാറ്റുകയും ചെയ്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് പിണറായിസം. പിണറായിസത്തിൻ്റെ അടിത്തറ വർഗീയ പ്രീണനവും കളങ്കിത മുതലാളിമാരോടുള്ള ചെങ്ങാത്തവും ഹിറ്റ്ലർ ഉപയോഗിച്ച ഗീബൽസിയൻ നുണകളുമാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ ഫോർമുല മാത്രമല്ല, സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിലേക്കും ഇതിൻ്റെ സ്വാധീനം പടർന്നു പിടിച്ചിരിക്കുന്നു. ഗീബൽസിയൻ നുണകൾ സൃഷ്ടിച്ച് അത് സോഷ്യൽ മീഡിയയുടെ കരുത്തോടുകൂടി പ്രചരിപ്പിച്ച് ജനങ്ങളെ അന്ധന്മാരാക്കി കാര്യം കാണുന്ന ആ സ്റ്റൈൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും കടന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ നാട്ടിലെ സിനിമാ മേഖലയിൽ കാണുന്നത്. ആടുജീവിതം എന്ന ഒരു ഭേദപ്പെട്ട സിനിമ, അത് മലയാള സിനിമാ ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു ഇതിഹാസമാണ്. ഓസ്കാർ പോലും കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ കള്ളം അടിച്ചേൽപ്പിച്ച് അർഹതയിൽ കൂടിയ വിജയം നേടിയത് അതിൻ്റെ ഉദാഹരണമാണ്. മറുനാടനിൽ പ്രസിദ്ധീകരിച്ച പുഴുവിൻ്റെ സംവിധായികയുടെ ഭർത്താവിൻ്റെ അഭിമുഖം കോളിളക്കം സൃഷ്ടിച്ചതും അതൊരു വർഗീയ പ്രചരണമാക്കി മാറ്റിയതും ഈ പിണറായിസ്റ്റ് ഗീബൽസ്യൻ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. സംവിധായികയുടെ ഇടതുപക്ഷക്കാരനായ ഭർത്താവ് 3 മണിക്കൂറോളം തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതിൽ ഏതാണ്ട് 3 മിനിറ്റ് മാത്രം പറഞ്ഞു പോയ ഒരു സംഭവത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് മലയാളത്തിന് മഹാനടനായ മമ്മൂട്ടിയെ ഫോക്കസ് ചെയ്ത് ചർച്ച വഴിതിരിച്ചുവിടാൻ അവർക്ക് സാധിച്ചു. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ ഇറങ്ങുമ്പോഴും അതേ ഗീബൽസ്യൻ തന്ത്രം ചിലർ പയറ്റുകയാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എന്നാൽ പൊതുവെ ഈ സിനിമ കണ്ടവർ പറയുന്നത് വളരെ നിരാശാജനകമായ, ഒരു പുതുമയുമില്ലാത്ത ഒരു അറുപഴഞ്ചൻ മോഡലാണ് ടർബോ എന്നാണ്. ഇത് മമ്മൂട്ടിയുടെ സിനിമയായതുകൊണ്ട്, മമ്മൂട്ടി തന്നെ നേരിട്ട് നിർമ്മിച്ച സിനിമയായതുകൊണ്ട് അത് വലിയ തോതിൽ വിജയിക്കണം എന്ന വാശി ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗീബൽസ്യൻ നുണകൾ വെച്ചുകൊണ്ട് ഇറങ്ങുന്നതിന് മുൻപേ തള്ളു തുടങ്ങി. തള്ളിന് ചില ഗുണങ്ങളുണ്ടായി. സിനിമ നഷ്ടത്തിലായില്ല. സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ മുമ്പിലായിരുന്നു. തിയേറ്ററിലെ ആദ്യ ദിനങ്ങളിൽ അത് മുമ്പിലെത്തി. ഈ തള്ളിൻ്റെയും ഗീബൽസ്യൻ നുണകളുടെയും പ്രത്യേകത ആദ്യ ദിനങ്ങളിൽ, അതായത് സിനിമ ഇറങ്ങുന്ന ആദ്യത്തെ ഒരു 3-4 ദിവസം കൊണ്ട് ആ സിനിമയ്ക്ക് നേടാൻ കഴിയുന്നതൊക്കെ നേടാൻ കഴിയുമെന്നതാണ്. പിന്നീട് ആ സിനിമ ഡൗൺ ആവും. ഇത് തന്നെയായിരുന്നു ആടുജീവിതത്തിനും സംഭവിച്ചത്. അതുകൊണ്ട് സിനിമ വിജയിച്ചിരിക്കുന്നു. ആ സിനിമ മോശമാണ് എന്ന അഭിപ്രായമുള്ളവർക്ക് അത് പറയാൻ ധൈര്യമില്ല. ആടുജീവിതത്തെ ഒരാഴ്ച മുഴുവൻ സ്തുതിക്കുന്നവരെയാണ് നമ്മൾ കണ്ടത്. അതിനൊരു ന്യായമുണ്ടായിരുന്നു, ആ സിനിമയുടെ മെനക്കേടും ചെലവും. എന്നാൽ ടർബോയെ അങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ട് അതിനെ വിമർശിക്കാൻ ആളുകൾക്ക് മടിയാണ്. എന്നാൽ ഇത് മോഹൻലാലിൻ്റെ സിനിമയായിരുന്നെങ്കിൽ ആദ്യ ദിനം തന്നെ വിമർശനമുണ്ടാകുമായിരുന്നു. സുരേഷ് ഗോപിയുടെയോ ഉണ്ണി മുകുന്ദൻ്റെയോ സിനിമയാണെങ്കിൽ അത് ഇറങ്ങുന്നതിന് മുൻപേ വിമർശനമുണ്ടാകുമായിരുന്നു. മോഹൻലാലിൻ്റെ അറുബോറൻ പടം വാലിബൻ്റെ കാര്യമെടുക്കുക. ഇറങ്ങിയ അന്ന് മുതൽ അതിനെ വലിച്ചു കീറി ഒട്ടിക്കാൻ ആളുകൾ മെനക്കെടുകയായിരുന്നു. ഈ പിണറായിസ്റ്റ് ഗീബൽസ്യൻ തന്ത്രം മൂലം ആ സിനിമയും പ്രീ സെയിലിലും ആദ്യ ദിന സെയിലിലുമൊക്കെ വലിയ നേട്ടമുണ്ടാക്കി. പക്ഷെ സിനിമയ്ക്ക് നിലം തൊടാൻ കഴിഞ്ഞില്ല. കാരണം ആദ്യ ദിനം മുതൽ സിനിമയെ വലിച്ചു കീറി നിലത്തടിക്കാൻ ആളുകൾ തമ്മിൽ മത്സരമായിരുന്നു. എന്നാൽ ടർബോയെക്കുറിച്ച് അധികമാരും പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും ഒരു സംഘടിതമായ ആക്രമണം ഉണ്ടാവുന്നില്ല. അങ്ങനെ ആക്രമിച്ചാൽ അവരെ വർഗീയവാദികളാക്കുമോ എന്ന ഭയമാകാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ കുറിപ്പ് ഇംഗ്ലണ്ടിലെ ഗ്ലാസ്ഗോയിൽ താമസിക്കുന്ന ജോസ് മാത്യു നേര്യമ്പറമ്പിലിൻ്റെതാണ്. ജോസ് മാത്യു ഇങ്ങനെ എഴുതി: ഒറ്റവാക്കിൽ മഹാദുരന്തം. തലവയ്ക്കുന്നവർ മദ്രാസ് മെയിലിന് തലവെക്കുന്നതാവും ഭേദം. ജോസേട്ടൻ പോലും എൻ്റെ പേരുകൂടി നാറ്റിച്ചു. മറ്റുള്ളവർ തന്നെക്കുറിച്ച് പൊക്കിപ്പറയുന്ന എന്തു സീൻ തിരക്കഥയിലുണ്ടെങ്കിലും ഡേറ്റ് കൊടുക്കുന്ന ഒരു പോങ്ങനായി മമ്മൂക്ക എന്ന മഹാനടൻ അധപ്പതിച്ചിരിക്കുന്നു. എത്രയോ നല്ല ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ മിഥിൻ മാനുവൽ തോമസ് തന്ന നിരാശ ചെറുതല്ല. ആക്ഷൻ കോമഡി എന്ന പേരിൽ കുറെ ഓഞ്ഞ തമാശകളും. സംവിധായകൻ വൈശാഖിൻ്റെ അനിയൻ സുഹൃത്തായതുകൊണ്ട് കൂടുതൽ എഴുതുന്നില്ല. ആദ്യ ഷോയ്ക്ക് എത്തുന്ന വിവരം കെട്ട ഇക്ക ഫാൻസിൻ്റെ തിയേറ്ററിലെ അട്ടഹാസങ്ങൾ അതിലും ഭീകരം. ഇതിനോടൊപ്പമുള്ള വീഡിയോയിലെ ലതുപോലെയുള്ള മന്ദബുദ്ധികൾക്ക് വേണ്ടിയുള്ള പടമാണ്. മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ ഗ്രൂപ്പ് ഒരു കറക്ക് കമ്പനിയായി മാറിയിരിക്കുന്നു. കാശ് മുടക്കുന്ന അമ്പാന്മാരെ ശ്രദ്ധിക്കണം കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടുന്നതിന് വേണ്ടി ശ്രദ്ധയോടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ജോസ്.
ആ ജോസ് വികാരഭരിതനായി ഇങ്ങനെ എഴുതണമെങ്കിൽ ഇതാണ് യാഥാർത്ഥ്യം. സിനിമ കണ്ട പലരോടും ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇക്ക ഫാൻസ് സമ്മതിക്കില്ല. ഇതുപോലൊരു സിനിമ മലയാള ചരിത്രത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് അവരുടെ ഭാഗം. സാധാരണഗതിക്ക് സിനിമയെ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നിശബ്ദമാണ്. എന്നാൽ കേരളത്തിലെ സിനിമാ പ്രേമികൾ മത, ജാതി, രാഷ്ട്രീയ, ഫാൻസ് വ്യത്യാസമില്ലാതെ ഫോളോ ചെയ്യുന്നത് അശ്വന്ത് കോക്ക് എന്നൊരു ചെറുപ്പക്കാരനെയാണ്. മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഒരു സിനിമയും വെറുപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് സത്യസന്ധമായ വിലയിരുത്തലുകൾ വരാറില്ല. അശ്വന്ത് കോക്ക് അങ്ങനെയല്ല. സാധാരണക്കാരുടെ ഭാഷയിൽ അവരുടെ വീക്ഷണത്തിലൂടെ സിനിമയെക്കുറിച്ച് തുറന്നു പറയും. സിനിമയുടെ ശാസ്ത്രവും തത്വശാസ്ത്രവും ഒന്നുമല്ല, സാധാരണക്കാരൻ എങ്ങനെയാണ് സിനിമയെ കാണുന്നത് എന്നതാണ് അശ്വന്ത് കോക്കിന്റെ ഭാഷ. അതുകൊണ്ട് തന്നെ അശ്വന്തിനെ ടർബോയെക്കുറിച്ച് അധികം നല്ലത് പറയാനുണ്ടായില്ല. അതേസമയം മമ്മൂട്ടി ആയതുകൊണ്ട്, മമ്മൂക്ക ഫാൻസിനെ പേടിച്ചതുകൊണ്ട്, വർഗീയവാദി എന്ന ആരോപണം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടൊക്കെ ആവാം അദ്ദേഹം സൂക്ഷ്മതയോടെയാണ് വിമർശിച്ചത്. വലിച്ചുകീറി ഒട്ടിക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ സിനിമയിലെ ചില കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി. ഇതേ അശ്വന്ത് കോക്ക് മോഹൻലാലിന്റെ വാലിബനെ വലിച്ചുകീറി ഒട്ടിച്ച് നിലത്തടിച്ച് കൊന്നയാളാണെന്ന് ഓർക്കണം. അന്നൊന്നും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ചെറുതായി ഒന്ന് വിമർശിച്ചു പോയപ്പോൾ ഇക്ക ഫാൻസ് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇക്ക ഫാൻസിന്റെ കാര്യം പോവട്ടെ, സാക്ഷാൽ മമ്മൂട്ടി കമ്പനി തന്നെ ആ വിമർശനത്തെ സഹിക്കാൻ കഴിയാതെ പാരയുമായി രംഗത്തിറങ്ങി. നമുക്കറിയാം, സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയേറെ സ്വാധീനമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ജേർണലിസത്തിൻ്റെ ഒരു പരിമിതി അവർക്ക് അമേരിക്കൻ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഗൂഗിളും ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റായും ട്വിറ്ററും ഒക്കെയാണ് സോഷ്യൽ മീഡിയ ജേർണലിസത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ. അവയെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ്. അവർക്ക് ചില പോളിസികളുണ്ട്. ആ പോളിസികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ റിവ്യൂവിൽ ഒരിടത്തും മമ്മൂട്ടിയുടെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ പോലും കാണിക്കാതിരിക്കാൻ അശ്വന്ത് കോക്ക് ശ്രമിച്ചു. എന്നാൽ മമ്മൂട്ടി സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിയുടെ ഒരു ചിത്രം കാണിക്കണമല്ലോ. അതായത് തമ്പി മേജായി മമ്മൂട്ടിയുടെ ഒരു ചിത്രം കൊടുത്തു. ആ ചിത്രം മമ്മൂട്ടി കമ്പനിയുടേതാണ് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ കമ്പനി യൂട്യൂബിൽ ക്ലെയിം ഇടുകയും കോപ്പിറൈറ്റ് ലംഘനത്തിൻ്റെ പേരിൽ ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തു. ആലോചിച്ച് നോക്കിക്കേ, ചെറുതായി ഒരു വിമർശനം സഹിക്കാനുള്ള സഹിഷ്ണുത പോലും മമ്മൂട്ടിക്കില്ലാതായിരിക്കുന്നു. തൻ്റെ സിനിമ നല്ലതാണ് എന്നെല്ലാവരും പറയണം. ആ സിനിമയെക്കുറിച്ച് ചെറുതായി ഒന്ന് വിമർശിക്കാൻ പോലും ആർക്കും അവകാശമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട റിവ്യൂ യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമായി. ഈ ടർബോയുടെ പ്രൊമോഷൻ എത്തിയ മമ്മൂട്ടി അന്ന് പുഴുവിനെക്കുറിച്ചുണ്ടായ വിവാദം കത്തി നിന്നിട്ടും അഭിപ്രായവും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ ടർബോ പത്രസമ്മേളനത്തിൽ എത്തിയപ്പോൾ അതേക്കുറിച്ചൊരു ചോദ്യവും ചോദിക്കരുതേ എന്ന് പത്രക്കാരോട് മുൻകൂട്ടി വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. മമ്മൂട്ടി പറഞ്ഞത് തൻ്റെ സിനിമയെ ആർക്കും വിമർശിക്കാമെന്ന. പക്ഷേ വലുതായി വിമർശിച്ചില്ല, ചെറുതായി ഒന്ന് പറഞ്ഞു പോയപ്പോൾ തന്നെ ഈ അശ്വന്ത് കോക്കിന്റെ വീഡിയോ റിമൂവ് ചെയ്യാൻ മമ്മൂട്ടി കമ്പനി രംഗത്തെത്തി. അശ്വന്ത് കോക്ക് ഇത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ചിത്രം ഒഴിവാക്കി അത് വീണ്ടും അപ്ലോഡ് ചെയ്തു. അതും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അതിന് പേരിൽ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. കാരണം മമ്മൂട്ടിയുടെ ചിത്രമേ ഉപയോഗിച്ചിട്ടില്ല. വിമർശനത്തെ എന്തിനാണ് മമ്മൂട്ടി ഇങ്ങനെ ഭയപ്പെടുന്നത്? ഒരു വിമർശനം കൊണ്ട് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം ഇല്ലാതാകുമോ? പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഷർഷാദ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന്റെ ഭർത്താവ് പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് ആളുകൾ ഇത്രയേറെ വിഷമിച്ചത്? ആ ഒരു പുഴു എന്ന സിനിമ കൊണ്ടാണോ മമ്മൂട്ടി സിനിമാ നടനായത്? അല്ല. അരനൂറ്റാണ്ട് നീണ്ടു നിന്ന മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിന്റെ കോൺട്രിബ്യൂഷൻ ആർക്കും തല്ലിക്കെടുത്താൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സിനിമ മോശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടി അല്ലാതാകുന്നില്ല. ഈ അസഹിഷ്ണുത അത് മമ്മൂട്ടിയെ പോലൊരു നടനെ ഒരു കാരണവശാലും ചേരുന്നതല്ല. എന്തിനാണ് ഭയപ്പെടുന്നത്? വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, അങ്ങനെയല്ലേ തിരുത്തേണ്ടത്. അല്ലാതെ പിണറായി സ്റ്റൈലിൽ എല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രാഞ്ചിയേട്ടനായി മമ്മൂട്ടി മാറാൻ പാടില്ല. മോഹൻലാലിന്റെ വാലിബനെ എത്രയോ ഭയാനകമായാണ് എല്ലാവരും വലിച്ചു കീറി ഒട്ടിച്ചത്. ലാലേട്ടനില്ലാത്ത അസഹിഷ്ണുത എങ്ങനെയാണ് മമ്മൂട്ടിക്കുണ്ടാവുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവരുടെ നാടാണ്. ഒരാൾ മമ്മൂട്ടിയെ വിമർശിച്ചാൽ വർഗീയവാദിയാവുക, മമ്മൂട്ടിയുടെ സിനിമയെ വിമർശിച്ചാൽ അത് നിയമവിരുദ്ധമായി നീക്കം ചെയ്യുക, ഇതൊന്നും ജനാധിപത്യത്തിനോ മമ്മൂട്ടിയെ പോലൊരു മഹാനടനോ ചേരുന്നതല്ല. കുറച്ചുകൂടി സഹിഷ്ണുതയാവാം ജനാധിപത്യത്തോടെ, വിമർശനത്തോടെ.